കോഴിക്കോട് നിന്ന് വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ LDF-ന്റെ പ്രത്യേകിച്ച് പി മോഹന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ. നികേഷ്, LDF-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ പെട്ടെന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കോഴിക്കോട് നഗരത്തിൽ മുതലക്കുളത്ത് നിന്ന് ആരംഭിച്ച് കോഴിക്കോട് കിഡ്സൺ കോർണറിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ വേണ്ടി ED പോലുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കോഴിക്കോട് LDF ജില്ലാ കമ്മിറ്റി നഗരത്തിലൂടെ ഇപ്പോൾ വലിയ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ഈ പ്രതിഷേധ പ്രകടനം എത്തി നിൽക്കുന്നു. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നിന്നാണ് ആരംഭിച്ചത്. LDF-ന്റെ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ CPI-യുടെയും CPM-ന്റെയും അതോടൊപ്പം തന്നെ LDF-ലെ മറ്റ് ഘടകകക്ഷികളുടെയും നേതാക്കന്മാരിതുണ്ട്. സംസ്ഥാന വ്യാപകമായി തന്നെ CPM കെജ്രിവാളിന്റെ അറസ്റ്റ് BJP-ക്കെതിരായ വലിയ പ്രതിഷേധത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് BJP സർക്കാരിനെതിരെ പോരാട്ടം നയിക്കുന്നത് CPM ആണ് എന്ന് രാഷ്ട്രീയമായി ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിൽ BJP-യുടെ ഈ അധികാര ദുർവിനിയോഗത്തെ ആരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ LDF-ന്റെ ജില്ലാ കമ്മിറ്റി കോഴിക്കോട് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന പരിപാടികൾ നടക്കുകയാണ്. വലതുവശത്ത് പ്രദീപ് കുമാർ സംസാരിക്കുന്നു. മറ്റൊരു കോൺഗ്രസിന്റെ UDF-ന്റെ നേതൃത്വത്തിലുള്ള മാർച്ചിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നതാണ്. ശശി തരൂർ അവരോട് സംസാരിക്കുന്നു. ആം ആദ്മി പാർട്ടി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇന്നലെ രാത്രി സംഭവത്തെ കാരണം ഇന്ന് നനച്ച വെയിലിൽ നിങ്ങളിങ്ങനെ പ്രതിഷേധം ചെയ്യാൻ ആവശ്യപ്പെട്ടു. നിങ്ങളെല്ലാവരും എത്തി ദുഃഖത്തോടെയാണ് കാണുന്നത്. ഇതെല്ലാം നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ ഒരിക്കലും ഒരു നാട് ഭരിക്കുന്ന ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെയും UPA ചില കാര്യങ്ങൾ ചോദിക്കാനെന്ന വ്യാജേന ഒരു വിചാരമുണ്ടായിരുന്നില്ല. ജനാധിപത്യത്തിൽ നിങ്ങളെ തടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട്. നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അവരുടെ പിന്തുണ ആഗ്രഹിക്കാൻ. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെയും UDF-ന്റെയും നിലപാട്. ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ്. ഒരിക്കലും പറയുന്നില്ല മറ്റേവർക്ക് ഒരു ചോയ്സ് പാടില്ല. ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണ അവകാശം നമ്മുടെ പറ്റത്തിൽ. പക്ഷേ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും കൂടി ആയ അരവിന്ദ് കെജ്രിവാളിനെ രാത്രി ഇരുട്ടിൽ വന്നിട്ട് ED-ക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഒരു സംശയമില്ല. ഇതൊരു ഇരുട്ട് രാത്രിയായി ജനാധിപത്യത്തിനും ഭാരതത്തിന്റെ ജനാധിപത്യത്തിനും ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത രാജ്ഭവന്റെ മുമ്പിൽ നിന്ന് പ്രതിഷേധം ചെയ്തത് നിങ്ങൾ എല്ലാവർക്കും ശശി തരൂരാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. കോഴിക്കോട് LDF-ന്റെ നേതൃത്വത്തിലുള്ള മാർച്ചും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി പിൻവലിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെയും MM സുന്ദരേഷിന്റെയും ബേല ത്രിവേദിയുടെയും ബെഞ്ചിലാണ് യഥാർത്ഥത്തിൽ ഇത് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരുന്നത്. ഇപ്പോൾ ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള റിട്ട് ഹർജിയാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ആ ഹർജി ഇപ്പോൾ താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. പുതിയ ഹർജി സമർപ്പിക്കുമോ എന്നുള്ള പരിശോധന നമുക്ക് അല്പസമയത്തിനകം പൂർത്തിയാക്കാൻ സാധിക്കും.